കോടതി പറഞ്ഞിട്ടും റോഡിൽ വീണ്ടും സ്റ്റേജ് കെട്ടി CPI ട്രേഡ് യൂണിയന്റെ പ്രകോപനം. AITUC മാർച്ചിന്റെ ഭാഗമായാണ് റോഡിൽ സ്റ്റേജ് കെട്ടിയത്. പ്രതിഷേധങ്ങൾക്ക് പിന്നാലെ സ്റ്റേജ് മാറ്റാൻ ആവശ്യപ്പെട്ട് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. പ്രജിത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, എന്താണ് കൂടുതൽ വിവരങ്ങൾ? ഇന്ന് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലുണ്ടായിരുന്ന AITUCയുടെ മാർച്ചുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ റോഡിൽ ഒരു സ്റ്റേജ് കെട്ടുന്ന രീതിയിലേക്ക് AITUC പോയത്. ആ സംഭവത്തിന്റെ ഭാഗമായിട്ടാണ് ഒരു റോഡിൽ വാഹനങ്ങളൊക്കെ അടുപ്പിച്ച് ഒരു സ്റ്റേജ് പോലെ ഒരു സംവിധാനമാക്കി മാറ്റുന്ന രീതിയിലേക്ക് AITUC പോയത്. അതും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അടക്കമുള്ളവർ ഇതിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു. എന്നാൽ കോടതിയുടെ രൂക്ഷമായ വിമർശനം നേരത്തെ CPI നേരിട്ടതാണ്. പ്രത്യേകിച്ച് ജോയിന്റ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വാഹന ഗതാഗതം തടസ്സപ്പെടുന്ന രീതിയിൽ സ്റ്റേജ് കെട്ടി പരിപാടി നടത്തിയതുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനം ഹൈക്കോടതി നടത്തിയിരുന്നു. അതോടൊപ്പം തന്നെ വഞ്ചിയൂരിലെ റോഡിന് നടുക്കുള്ള ഏരിയ സമ്മേളനത്തിനായി സ്റ്റേജ് കെട്ടിയ സംഭവത്തിലും ഹൈക്കോടതി വലിയ വിമർശനമൊക്കെ നടത്തിയ സാഹചര്യത്തിൽ നേതാക്കന്മാർ ഫെബ്രുവരി 10 നേരിട്ട് ഹാജരാകണമെന്നുള്ള നിർദ്ദേശവും ഹൈക്കോടതി നൽകിയൊരു സാഹചര്യമുണ്ട്. ഈ ഉത്തരവും ഈ നിർദ്ദേശങ്ങളും നിലനിൽക്കെയാണ് ഇപ്പോൾ ഹൈക്കോടതി ഉത്തരവിന് പുല്ലുവില കൽപ്പിക്കുന്ന രീതിയിൽ CPIയുടെ തന്നെ തൊഴിലാളി സംഘടന തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡിൽ തന്നെ ഈ രീതിയിൽ ഒരു സ്റ്റേജ് കെട്ടുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ ഒരു സ്റ്റേജിന് സമാനമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും വലിയ ഒരു നിയമലംഘനം തന്നെ അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഈ വിഷയത്തിലാണ് അല്പം മുൻപ് അവിടെ എത്തിയ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രവർത്തകരെ ശകാരിക്കുകയും സ്റ്റേജ് അഴിച്ചുമാറ്റാൻ ആവശ്യപ്പെടുകയും ചെയ്ത് ഇതിനെ തുടർന്ന് പ്രവർത്തകർ സ്റ്റേജ് പെട്ടെന്ന് അഴിച്ചുമാറ്റി അവിടെ നിന്ന് സ്ഥലം കാലിയാക്കി. എന്തായാലും ആദ്യഘട്ടത്തിൽ തന്നെ സ്റ്റേജ് കെട്ടിയ സാഹചര്യത്തിൽ അത് വലിയൊരു നിയമലംഘനം തന്നെയാണ് ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ പറയേണ്ടി വരും. പ്രത്യേകിച്ച് ഹൈക്കോടതി അതിരൂക്ഷമായ ഭാഷയിൽ എല്ലാവരെയും വിമർശിച്ചൊരു സംഭവമാണ്. പോലീസിനെയും രാഷ്ട്രീയ പാർട്ടി നേതാക്കളെയും ഒക്കെ വിമർശിച്ചൊരു സംഭവമാണ്. CPI CPM രണ്ട് സംഘടനകളുടെ സംസ്ഥാന സെക്രട്ടറിമാർ ഹൈക്കോടതിയിൽ ഹാജരാകണമെന്ന നിർദ്ദേശവും നൽകിയിരുന്നിട്ടുണ്ട്. ഈ സാഹചര്യം നിലനിൽക്കെയാണ് കോടതി ഉത്തരവിനെ ലംഘിക്കുന്ന വിധത്തിൽ അല്ലെങ്കിൽ കോടതി ഉത്തരവിനെ വകവെക്കാത്ത രീതിയിൽ CPIയുടെ തൊഴിലാളി സംഘടന ഇത്തരം ഒരു നടപടിയിലേക്ക് പോയത്. രോഹിണി.